പരക്കുന്ന വാർത്തകളും ട്രോളുകളുമാണ്. പരസ്പരം ട്രോളിയിട്ട് ഈ ട്രോളുകളിലൊക്കെ ചില മൂല്യബോധമില്ലാത്ത ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രോള് അപ്പോഴത്തെ ഒരു ചിരി ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും അതിന് ഉണ്ടാവണമെന്നില്ല, ഉണ്ടായിക്കൂടാന്നുമില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹരാസ്മെൻറ്റിൽ പെട്ടതാരാണ് ഇല്ലെങ്കിൽ പെടുത്തിയതാരാണ്, ഈ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ WCCയുടെ പാർവതിയൊക്കെ സംസാരിച്ചിരുന്നു. ഇത് നിങ്ങളിപ്പോൾ ആൾക്കാരുടെ മുഖം തേടി നടക്കണ്ട, എന്താണെന്ന് നോക്കണ്ട, ഇതിൻ്റെ ഫോക്കസ് പോയിന്റ് അതല്ല. ഫോക്കസ് പോയിന്റ് ആ മുഖം അല്ലെങ്കിൽ വേറൊരു മുഖമാണ് ഇവിടെ ഉള്ളത്. ആ ഘടനയാണ് വ്യത്യാസം വരുത്തേണ്ടത്. അപ്പോൾ പോളിസി ചേഞ്ച് ആണല്ലോ WCC മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഗതിയില്ലേ, ഇതെങ്ങനെയാണ് അനുകൂലമാകുക? അല്ലെങ്കിൽ ഇത് വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് ഈ പ്രശ്നത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AMMA തന്നെ എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് പകച്ചു നിന്നു, എന്നിട്ട് ഒടുവിൽ കൂട്ടരാജിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകളും ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യും എന്നാണ് WCC കരുതുന്നത്? ഒന്ന്, ഇപ്പം വരുന്ന വാർത്തകൾ നമ്മൾ തള്ളിപ്പറയേണ്ട. കാരണം എന്താ വെച്ചാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികവും ശാരീരികവുമായി ഏറ്റവും ഒരു വലിയ മുറിവാണ്. അതുകൊണ്ട് അവൾ പറയാനൊരു അവസരം കിട്ടിയാൽ അവരത് പറഞ്ഞിരിക്കും. ഇത് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അവർക്ക് ഒരു അവസരം ഒന്നും കൂടി കിട്ടിയപ്പോൾ അവർ പറയാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് പറയാനേ അവസരം കിട്ടിയില്ല, അവർ പറഞ്ഞു. അപ്പം അതൊരു ഭാഗത്ത് നടക്കട്ടെ. നേരെ മറിച്ചിട്ട് WCC ചെയ്ത ഇപ്പം എപ്പോഴും ഈ കാര്യം തന്നെ ഉണ്ടല്ലോ, കാരവനിൽ ഇരുന്നൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പം പോലും WCC ഒരു വലിയൊരു ലീഗൽ ഫൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് IC കൊണ്ടുവരാൻ, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊണ്ടുവരാനുള്ള പണികളായിരുന്നു. അതിൽ പിന്നീട് വനിതാ കമ്മീഷൻ കക്ഷി ചേരുകയും ചെയ്തു. ആ സമയത്തും കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് മാറി നിൽക്കണം. അവരിതിനോട് റെസ്പോണ്ട് ചെയ്തില്ല, അവരിതിനോട് കക്ഷി ചേർന്നില്ല, അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കരുതിയില്ല. പക്ഷേ ഗവൺമെൻറ് തീരുമാനിച്ചു, എല്ലാ ഇൻഡസ്ട്രിയിലും മുഴുവൻ എല്ലാ പ്രൊട്ടക്ഷൻ യൂണിറ്റിലും IC വേണമെന്ന് തീരുമാനിച്ചു. വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊടുത്തു. ഇതാണ് പോളിസി ആയിട്ടുള്ള ചേഞ്ചിന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത്. നമ്മളിതിങ്ങനെ ഇന്ന പ്രശ്നമുണ്ടെന്ന് മാത്രം പറയുകയല്ല ചെയ്തത്. അത്തരം പ്രശ്നങ്ങൾ ഇനി ഇൻഡസ്ട്രിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്ന് IC ആണ്. ആ IC കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം കംപ്ലൈൻറ്റുകളെല്ലാം ICയിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഫെഫ്കയുടെയും എല്ലാ ജനറൽ സെക്രട്ടറിമാർക്കും അവർക്ക് 20-21 ഇതുണ്ടല്ലോ, യൂണിയനുകളുണ്ടല്ലോ ഫെഫ്കയുടെ അംബർലയുടെ കീഴിൽ. ആ യൂണിയൻ മെമ്പേഴ്സിനൊക്കെ, യൂണിയനിലെ സെക്രട്ടറിമാർക്ക് എങ്ങനെ ഹേമ കമ്മിറ്റിയെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പോയിൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് രേഖ നമുക്കൊക്കെ അവൈലബിൾ ആയിരുന്നു, പലയിടത്തുനിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് അത്ഭുതം തോന്നി. കാരണം എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ എങ്ങനെ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും നോക്കിയില്ല. പക്ഷെ അവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, IC ഉണ്ട്. ഇപ്പം പഴയതുപോലെയല്ല, എല്ലാ പ്രൊഡക്ഷനിലും IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫെഫ്ക അതിനോട് സഹകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫെഫ്കയുടെ യൂണിയൻ സഹകരിക്കുന്നുള്ളൂ എന്നാണ്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഫെഫ്കയുടെ മെമ്പേഴ്സ് പങ്കെടുത്തിട്ട് കുറച്ച് കാലമായി. ആദ്യത്തെ കുറച്ച് മീറ്റിങ്ങിന് വന്നതിന് ശേഷം അവരാരും ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. അതൊരു കാര്യം. രേഖകളിൽ ഇപ്പം IC ഉണ്ട് മിക്കവാറും. കാരണം എന്താ വെച്ചാൽ ചേംബർ വളരെ സ്ട്രോങ് ആയിട്ട് IC ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ നടത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ സീരിയസ്ലി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ പാട്രിയാർക്കലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പെട്ടെന്നൊരു IC വരുന്ന സമയത്ത് ഈ IC എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ആളുകളുടെ പേരുകൾ എഴുതിയിട്ട് രജിസ്ട്രേഷൻ അങ്ങോട്ട് നടത്തും. ഈ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ പേര് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് പോലും അറിയുണ്ടാവില്ല. എൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അറിയണമെന്നില്ല അവിടെ ഒരു കമ്മിറ്റിയിൽ ഞാനുണ്ട് എന്നുള്ളത്. അതൊന്നും ഇൻഫോം ചെയ്യില്ല. ഈ IC ഉണ്ട് എന്നുള്ളതിന് നമ്മൾ തെളിവായിട്ട് യൂണിറ്റിൻ്റെ വാനിലൊക്കെ ഒട്ടിച്ചു വെക്കണം എന്നൊക്കെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പം തോന്നുന്നു അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ്
ഇത് എല്ലാവരെയും ഇൻഫോം ചെയ്യുക എന്നുള്ളത്. മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, എല്ലാവരെയും ഇൻഫോം ചെയ്യുമായിരിക്കുന്നത്. പക്ഷേ ആരെയും അത് ഇൻഫോം ചെയ്യുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളായി കുട്ടികൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, IC ഉണ്ടാവുമല്ലോ നിങ്ങളുടെ പ്രൊഡക്ഷനിൽ? അയ്യോ ഞങ്ങൾക്ക് അറിയില്ല മാഡം, ഞങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുക. അപ്പോൾ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പം അതിൽ കുറേ കൂടി പണിയെടുക്കാനുണ്ട്. അത് എല്ലാവരും ഒന്നിച്ചെടുത്താലേ, ഇതിപ്പം ഇഷ്യൂ ടാക്കിൾ ചെയ്യാനാണ്. IC വേണമെന്ന് WCC പറഞ്ഞു, ഗവൺമെൻറ് അത് തീരുമാനിച്ചു അത് കൊടുക്കുക എന്നുള്ളത്, IC വേണമെന്നുള്ളത് ഗവൺമെൻറ് പോളിസിയായിട്ട് മാറ്റി. അപ്പം ഞങ്ങൾ ആ പണിയെടുത്തു. അതായത് ഞങ്ങൾ രജിസ്ട്രേഷന് IC ഉണ്ടാക്കി. അത് കറക്റ്റാണ്. എല്ലാ പ്രൊഡക്ഷനിലും ഇപ്പം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, IC വേണമെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാ ICയെ കുറിച്ചിട്ട് എല്ലാ പ്രൊഡക്ഷനിലുള്ള ആളുകൾക്കും അറിയുമോ? നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഡക്ഷനിൽ IC ഉണ്ട്, നിങ്ങൾ ആരാണ് ഉറപ്പ് വരുത്തുന്നത്? ഇപ്പം ചേംബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ റിയലായിട്ടും IC നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എല്ലാവരെയും അറിയിക്കണമല്ലോ. ആ പ്രൊഡക്ഷനിലുള്ള എല്ലാവരെയും അറിയിച്ചാലല്ലേ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ICയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് വേണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട പണികളിൽ ഒന്ന്, ജെൻഡർ സെൻസിറ്റൈസേഷൻ യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ്റെ ലെവലിൽ നടക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ ലെവലിൽ ആ വിഭാഗത്തിന് കുറച്ചുകൂടി ജെൻഡർ സെൻസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം രണ്ട് കാര്യങ്ങൾ, ഒന്ന് IC എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ICയിലൂടെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പരിഹരിക്കാം. നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഇന്ന ആളുകൾ ചേർന്ന ഒരു IC ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട്. ആ അറിയാനുള്ള അവസരം നമ്മൾ എത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പം ആ പണി എടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? അതെല്ലാവരും കൂടി ചേർന്ന് എടുക്കേണ്ടതാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി ഒക്കെ കൂടി ചേർന്ന് ഗൗരവമായിട്ട് അതിന് പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഫെഫ്കെ ആയാലും അവരുടെ രേഖകളിൽ ഇപ്പം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം അവർ നൽകുന്ന രേഖകളിൽ ICക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അത് റിയലായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് രേഖകളിലുണ്ട്. അതുകൊണ്ട് IC ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത് റിയലായിട്ടും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പണികൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളും കൂടി അതിൽ പണിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെയും കൂടി പണിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2013 മുതലാണ് ഞാൻ ഗൗരവമായിട്ട്, ഷട്ടറിന് ശേഷമാണ് ഒരർത്ഥത്തിൽ ഞാൻ ഗൗരവമായിട്ട് ഇൻഡസ്ട്രിയിൽ പണിയെടുക്കാൻ തുടങ്ങിയത്. അതേ സമയത്ത് തന്നെ ഞാൻ സർക്കാർ ജോലികൾ ചെയ്യേണ്ടത് ഇതെല്ലാം ചെയ്തുകൊണ്ടാട്ടോ ഞാൻ അഭിനയിക്കും. ഞാൻ ഫുൾ ടൈം ആക്ടിങ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഒരിക്കലും ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു 40 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തതിൽ ഒരു 4-5 പടങ്ങളിലാണ്. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ മുകളിൽ വാങ്ങിക്കുന്ന എല്ലാവർക്കും സ്റ്റാമ്പ് പേപ്പറിൽ കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്നും അതിന് താഴെയുള്ളവർക്ക് ലെറ്റർ ഹെഡിൽ സൈൻ ചെയ്യണമെന്നുമാണ് നിബന്ധന. അതാണ് ഞാൻ മനസ്സിലാക്കിയില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എത്ര പേർക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്? ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറയും 4 ദിവസം വർക്ക് ഉണ്ട് കേട്ടോ ചേച്ചി എന്ന് പറയും. എത്ര പേയ്മെൻറ്റ് ചോദിക്കും. അപ്പം ഞാൻ ഒരു പേയ്മെൻറ്റ് പറയുന്നു, അതിൻ്റെ പകുതി പേയ്മെൻറ്റ് അവർ ഇങ്ങോട്ട് പറയുന്നു, വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്യുന്നു. ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ് നമുക്ക് തരുന്നു. 4 ദിവസമാണ് ചേച്ചി എന്ന് ഫോണിലൂടെയാണ് പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഈ 4 ദിവസം ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും ഈ 4 ദിവസം തീരുന്നുണ്ടാവും. ഒന്നിച്ചിട്ടൊന്നും ആവില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ സ്റ്റക്കാണ് ആ വർക്കിന് വേണ്ടിയിട്ട്. പിന്നെ അഡ്വാൻസ് കഴിഞ്ഞിട്ട് പിന്നെ പണം ചോദിക്കുമ്പോൾ ഡബിങ്ങിന് തരാമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവും ആ പടത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമുക്കിവിടുത്തെ ആരോട് ചോദിക്കാനില്ല, കാരണം കോൺട്രാക്റ്റ് ഇല്ല നമ്മളെ കയ്യിൽ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പം നാട്ടുനടപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു തുക കോൺട്രാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു തരും എന്നാണ് അവർ പറയുന്നത്. ശരിയായിരിക്കും. പക്ഷെ ആരാണ് ഈ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുമാനമുള്ള നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമോ? അതിനേക്കാൾ നല്ലത് ഒരു സ്ട്രക്ചറലായിട്ടുള്ള ആ ചേഞ്ചസ് നമ്മൾ വരുത്തല്ലേ നല്ലത്.
അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിൻ്റെ മുൻകൈയിൽ തന്നെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു വലിയ പടത്തിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അത് പോസിബിൾ ആവും എന്ന് എനിക്ക് മനസ്സിലായത് ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഒറ്റ ദിവസം ഒറ്റ സീനിലാണ്, 1 or 2 സീനിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പക്ഷേ എനിക്ക് ഡോണിൻ്റെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ പറയുമ്പോൾ അത് ഇടുക്കി വളരെ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞു. ഞാൻ സൈൻ ചെയ്യുന്നു, എനിക്ക് അഡ്വാൻസ് വരുന്നു, എനിക്ക് പോവേണ്ട ഹോട്ടലിൻ്റെ വിഷ്വൽ, ചിലൊരു ഫോട്ടോ എല്ലാം എനിക്ക് ഓൾറെഡി അവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എനിക്ക് അയച്ചു തരുന്നു. അത് നോക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു അവിടുത്തെ. അപ്പം ഞാൻ ചോദിച്ചു എല്ലാവർക്കും ഞാൻ അത്ഭുതപ്പെട്ടു, അയ്യോ കോൺട്രാക്റ്റൊക്കെ വരുമോ എന്നുള്ളത്. എല്ലാവർക്കും കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായ എല്ലാവർക്കും അവിടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പൈസ അയച്ചു തന്നു. ഇത് കൃത്യമായിട്ട് പൈസ തരുന്ന അല്ലാതെയുള്ള കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും പൈസ പറ്റിക്കുന്ന ആൾക്കാരെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.